ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് ഡയറീസ്. വിഷ്ണു. നമ്മൾ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്താണ്. വില്ലി ഗോട്ട് ബിരിയാണി സെൻ്ററിലാണ്. ഇവിടുത്തെ ഫേമസ് എന്ന് വെച്ചാൽ വില്ലി ഗോട്ടിൻ്റെ ബിരിയാണി തന്നെയാണ്. അതായത് 7 to 8 മാസം പ്രായമായ ആണാടിൻ്റെ ഇറച്ചിയാണ് ഇവർ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും നമുക്കറിയാം. നമ്മുടെ കഴക്കൂട്ടത്ത് കുളത്തൂര് യങ്സ്റ്റേഴ്സായ മിസ്റ്റർ ബോബിയും മിസ്റ്റർ അനീഷും നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ് വില്ലി ഗോട്ട്. പേര് പോലെ തന്നെ മട്ടൺ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഡെലിക്കസി. മട്ടൺ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിരുന്നെങ്കിലും ഇനി മുതൽ മട്ടൺ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും വില്ലി ഗോട്ടായിരിക്കും മനസ്സിലേക്ക് ഓടി വരിക. അതിന് കാരണം അവരുടെ മട്ടൺ ബിരിയാണിയുടെ ഓതൻറ്റിക് ടേസ്റ്റ് തന്നെയാണ്. ഇവർക്ക് പാഴ്സലിന് പുറമെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഡെലിവറി ഉണ്ട്. ഡൈനിങ്ങിന് മാത്രമല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനും അതുപോലെ തന്നെ പാഴ്സലിനും നല്ല തിരക്കാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ മെനു. കുറച്ച് ഐറ്റംസ് മാത്രമേ മെനുവിലുള്ളൂ, പക്ഷേ ഉള്ളതെല്ലാം പൊളി ഐറ്റംസ് തന്നെയാണ്. നമ്മൾ ആദ്യമായി ഓർഡർ ചെയ്തത് വില്ലി ഗോട്ട് റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഫേമസ് ആയ വില്ലി ഗോട്ട് മട്ടൺ ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെ കൂടെ ബിരിയാണിയുടെ സൈഡ് ഡിഷായ പപ്പടവും റൈത്തയും പിക്കിളും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ആ ബിരിയാണിയുടെ നല്ലൊരു ഓത്തൻറ്റിക് ആയിട്ടൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. വില്ലി ഗോട്ട് ബിരിയാണിയുടെ പലരുടെ കയ്യിൽ നിന്നും പല റിവ്യൂസും കേട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. ശരിക്കും വരുന്നത് വരെയും ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഹൈപ്പ് മാത്രമാണ് ആ റിവ്യൂസ് എന്നൊക്കെയാണ്. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ ആ റിവ്യൂ തന്നെ മാറി. തീർച്ചയായും നിങ്ങളിത് ടേസ്റ്റ് ചെയ്യണം. ഒടുക്കത്തെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ് ഇവിടുത്തെ മീറ്റ്. സാധാരണ നമുക്കറിയാം മട്ടൻ്റെ മീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാണെങ്കിലും വളരെ ഹാർഡാണ്. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇവരുടെ ബിരിയാണിയുടെ മീറ്റ് വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ മട്ടൻ്റെ എല്ല് പോലും വളരെ ജ്യൂസി ആൻഡ് ടെൻഡറാണ്. നമുക്കത് ചവച്ചിറക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രംകാരാണെങ്കിലോ നിങ്ങളിത് ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. അടുത്തതായി നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി കൊള്ളാം. പേഴ്സണലി എനിക്ക് സ്റ്റാർ ഇൻ ദ മെനു എന്ന് പറയുന്നത് മട്ടൺ ബിരിയാണി തന്നെയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവരുടെ മസാല ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഒട്ടും ഡ്രൈ അല്ല. മസാലയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കോക്കോ എന്ന് പറയുന്നത്. അത് കൊച്ചു കോഴിയുടെ ഇറച്ചി ഇവരുടെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ മസാലയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയിരുന്നു. ഇതാണ് ഇവിടുത്തെ ബിവറേജസിൻ്റെ മെനു. ബിവറേജസ് ആണെങ്കിൽ തന്നെയും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വൈസ് ഒട്ടും മോശമല്ലായിരുന്നു. ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഡെസേർട്ടാണ് കോക്കനട്ട് ക്ലൗഡ് 9. ഈ ഡെസേർട്ട് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല. കാരണം ഇത് പ്യുവർലി ഒരു ഹോം മെയ്ഡ് ടച്ച് ഉണ്ട്. വില്ലി ഗോട്ടിലെ പാർട്ട്നേഴ്സിൽ ഒരാളായ ബോബിയുടെ അമ്മയുടെ റെസിപ്പിയാണിത്. ഇത് വളരെ ഡെലീഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഓവർ സ്വീറ്റ് അല്ല. ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിതും. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുന്നേയും ഇപ്പോഴും IFFK പോലുള്ള പ്രധാന പ്രോഗ്രാമിലും വില്ലി ഗോട്ടിൻ്റെ സ്റ്റോള് ഇവർ ഇടുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ബിരിയാണിയുടെ രുചിയും ബ്രാൻഡും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നുണ്ട്.
സർവീസിനായാലും കുക്കിങ്ങിനായാലും ബോബിയുടെയും മനീഷിൻ്റെയും ഒപ്പം ഭാര്യമാരും കുടുംബവും കട്ടയ്ക്ക് കൂടെയുണ്ട്. ഇത് വില്ലിഗോട്ട് റെസ്റ്റോറൻറ്റിലെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സായ ബോബിയാണ്. പുള്ളി വളരെ ഹമ്പിളാണ്. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും നമുക്ക് വില്ലിഗോട്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. താങ്ക് യു ബോബി. വില്ലിഗോട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം കഴക്കൂട്ടം കുളത്തൂരിൽ നിന്നും ഇൻഫോസിസിലേക്ക് പോകുന്ന സർവീസ് റോഡിലെ DSC ഹോസ്പിറ്റലിൻ്റെ സമീപത്തായിട്ടാണ്. എല്ലാ ബിരിയാണി ലവേഴ്സും വില്ലിഗോട്ടിലെ ബിരിയാണി തീർച്ചയായും ട്രൈ ചെയ്യുക. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.